കശ്മീർ അശാന്തമായി തുടരുകയാണ്. ബലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഏത് നിമിഷവും പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയതോടുകൂടി കശ്മീരിലെ ജനങ്ങൾ അതിർത്തി മേഖലയിൽ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ കൃത്യമായി ഒരു പ്രതിരോധത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട്, പ്രത്യാക്രമണത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ന് വെളുപ്പിന് അതിർത്തി മേഖലയിൽ ഷെല്ലാക്രമണവും മോർട്ടാർ ആക്രമണവും നടത്തുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം അതിശക്തമായി തിരിച്ചടിച്ചു. പാക് സൈനികർ പിൻവാങ്ങുന്ന പശ്ചാത്തലമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ഷോപ്പിയാനിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സേന അവിടെ എത്തി ഈ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിക്കുകയും ചെയ്തു. മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ ഏറ്റുമുട്ടൽ അവസാനിച്ചതിന് ശേഷം ആ മേഖലയിൽ, ഷോപ്പിയാൻ മേഖലയിൽ അരിച്ചു പറക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്നുള്ളതാണ്. വേറെയും തീവ്രവാദികൾ പല മേഖലകളിലും ഒളിച്ചിരിപ്പുണ്ട് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന്. എന്തായാലും പാകിസ്ഥാൻ പ്രകോപനത്തിൻ്റെ രീതിയിൽ മുന്നേറുകയാണ്. അവരുടെ ഒരു പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് അത്യാവശ്യം കശ്മീരിലുള്ള ജനങ്ങളെയെങ്കിലും പേടിപ്പെടുത്തുക എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായി ഇന്ന് ഷെല്ലാക്രമണവും മിസൈൽ ആക്രമണവും നടത്താൻ അവർ തയ്യാറായത്. അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ സേനയുടെ തിരിച്ചടി ഉണ്ടായതോടുകൂടി പാകിസ്ഥാൻ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കശ്മീരിലെ രജൌരി ജില്ലയിലടക്കമുള്ള മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ ശരിക്കും ഒരു ബന്ദിൻ്റെ പ്രതീതിയായി മാറിയിരിക്കുകയാണ്. ആളുകളെല്ലാവരും ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അങ്ങനെ അശാന്തമായ കശ്മീരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് നിമിഷവും പാകിസ്ഥാൻ ഒരുപക്ഷെ തിരിച്ചടിച്ചേക്കുമെന്ന ആശങ്കയുണ്ട്. പാകിസ്ഥാൻ ഇന്നലെ അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം പുറത്തു വന്ന നിലപാടും അതുതന്നെയാണ്. ഞങ്ങൾ തിരിച്ചടിക്കും, അത് എപ്പോഴൊന്നും ഏതെന്നും ഞങ്ങൾ തീരുമാനിക്കും. എന്തായാലും കാത്തിരുന്ന് കാണുക. 3 വിധത്തിലാണ്: ഡിപ്ലോമാറ്റിക്കായിട്ട്, പൊളിറ്റിക്കലായിട്ട്, അതോടൊപ്പം തന്നെ മിലിറ്ററി ആക്ഷൻ വഴി. ഈ 3 രീതിയിലും ഞങ്ങളുടെ തിരിച്ചടി ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം, ഞങ്ങളുടെ ലൈൻ ഓഫ് കൺട്രോൾ കടന്നു വന്നതിൻ്റെ പേരിൽ എന്നാണ് പാകിസ്ഥാൻ വയ്ക്കുന്നത്. പാകിസ്ഥാൻ്റെ നാഷണൽ സെക്യൂരിറ്റി ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ നാഷണൽ സെക്യൂരിറ്റി കമാൻഡ് എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ബോഡിയുടെ യോഗവും ഇപ്പോൾ ഇമ്രാൻഖാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു തിരിച്ചടിക്കുള്ള സാധ്യത ഏത് നിമിഷവും ഉണ്ട് എന്ന് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ കശ്മീരിൽ ഇന്ത്യയും സേനാവിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ പറഞ്ഞ ഭീകര ക്യാമ്പുകൾ തകർത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തിരികെ എത്തിയ ഇന്ത്യയുടെ വ്യോമ സജ്ജീകരണങ്ങളുണ്ടല്ലോ, അത് ഏറെക്കുറെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏത് പ്രത്യാക്രമണം ഉണ്ടായാലും തിരിച്ചടിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അതിനിടയിൽ ചെറിയ ചെറിയ പേടിപ്പെടുത്തലുകളുമായി പാകിസ്ഥാൻ ഇങ്ങനെ അതിർത്തിയിൽ അശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.